ഇത് പോത്തൻകോട്ടിലെ 200 ഏക്കറോളം സ്ഥലത്ത് വിശാലമായി കിടക്കുന്ന ശാന്തിഗിരിയിലെ കൃഷിത്തോട്ടം. ഇവിടെ വ്യത്യസ്തമായ കൃഷിരീതികളും സമ്പ്രദായങ്ങളും വിജയകരമായി പരീക്ഷിച്ചു വരുന്നു. ഇവിടുത്തെ മലയോര മേഖലയിലെ മരിച്ചീനി കൃഷിയും കൃഷിയിലൂടെ മാനസിക സംഘർഷം കുറയ്ക്കുന്നതിനായി ടെക്നോ പാർക്കിലെ ജീവനക്കാരുടെ വീക്കെൻഡ് കൃഷിയും കാർഷിക ഉത്പാദനത്തിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവന്ന ഗ്രീൻ ഹൗസുകളിലെ ഹൈടെക് കൃഷികളുമെല്ലാം വിജയകരമായി ചെയ്തു വരുന്നുണ്ട്. അന്യം നിന്ന് പോയേക്കാവുന്ന വളരെ അപൂർവ ഇനങ്ങളിൽപ്പെട്ട ഔഷധ സസ്യങ്ങളുടെ ഒരു വലിയ ശ്രേണി തന്നെ ഇവിടെ സംരക്ഷിച്ച് ഉപയോഗിച്ചു പോരുന്നുണ്ട്. കൃഷിക്കാവശ്യമായ വളങ്ങൾ ഇവിടെ തന്നെ സംസ്കരിച്ച് നിർമ്മിച്ചെടുക്കുന്നു. ഇങ്ങനെ ഒരു കൃഷി മറ്റൊരു കൃഷിക്ക് വളമാകുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ഇവിടെ പിന്തുടരുന്നത്. ശാന്തിഗിരി ആശ്രമത്തിൻ്റെ പ്രധാനപ്പെട്ട 3 കർമ്മങ്ങളാണ് അന്നദാനം, ആതുര സേവനം, ആത്മബോധനം. ഇവിടെ വരുന്ന എല്ലാ സന്ദർശകർക്കും ഭക്തർക്കും എല്ലാം തന്നെ ഏത് സമയം വന്നാലും എന്താണോ ആശ്രമത്തിലെ ആഹാരം അവിടെ ഉള്ളവർ കഴിക്കുന്നത് അത് ഷെയർ ചെയ്ത് കഴിക്കുക എന്നുള്ളൊരു സ്വഭാവം ഗുരു തുടക്കത്തിലേ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഗുരുവിൻ്റെ ആത്മീയ ജീവിതത്തിൽ എത്രയോ നാളുകൾ പട്ടിണിയുടെ കാലഘട്ടങ്ങളായിരുന്നു. ആ സമയത്ത് ഗുരു പ്രാർത്ഥിച്ചത് ഒരു കപ്പക്കഷ്ണം കിട്ടിയാലും അത് ഞാൻ എല്ലാവരുമായി പങ്കുവെച്ച് കഴിക്കുക എന്നുള്ള ഒരു ആഗ്രഹം. ദൈവത്തോടുള്ള ആ ഒരു പ്രാർത്ഥനയുടെ സ്നേഹമാണിന്ന് ശാന്തിയിൽ വിപുലമായി അറിയപ്പെടുന്ന അന്നദാനം എന്ന് പറയുന്നത്. ഈ അന്നദാനത്തിന് വേണ്ട സാധന സാമഗ്രികൾ നമ്മൾ നമ്മുടേതായ കൃഷിഭൂമികളിൽ കൂടുതൽ വിളയിച്ചെടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ കൃഷി എന്ന് പറയുന്നത് ഈ ഒരു കർമ്മവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. ശാന്തിഗിരിയുടെ 17 ബ്രാഞ്ച് ആശ്രമങ്ങൾ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ പ്രവർത്തിച്ചു വരുന്നു. അപ്പോൾ അതോടനുബന്ധിച്ച് തന്നെ എല്ലാ ആശ്രമങ്ങളിലും ബന്ധപ്പെട്ട് കൃഷിഭൂമികൾ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ യൂണിറ്റുകളൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ പ്രത്യേകിച്ച് കൃഷിഭൂമിയിലെ ഒരു പ്രാധാന്യം എന്ന് പറഞ്ഞാൽ കുഞ്ഞുകുട്ടി മുതൽ ആബാലവൃദ്ധം ജനങ്ങളെ ഉൾപ്പെടുത്തിച്ചുകൊണ്ട് കൃഷിയെ ഒരു വ്യാപകമായ സംരംഭമാക്കി ഒരു ആത്മീയ പ്രസ്ഥാനം എന്ന നിലയിൽ ശാന്തിഗിരിക്ക് ഏറ്റവും നല്ല രീതിയിൽ അത് റോൾ കൈകാര്യം ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നത് ഇത് ഒരു കൃഷി എന്ന് പറഞ്ഞാൽ ഒരു വ്യവസായത്തിനുപരിയായി ഒരു ആത്മീയമായ ഒരു കർമ്മമായി ഒരു കർമ്മ മേഖലയായി മാറ്റിക്കൊണ്ട് സെൻട്രൽ ഏജൻസികൾ, കേന്ദ്ര ഗവൺമെൻറ്, സംസ്ഥാന ഗവൺമെൻറ്റുകൾ, നോൺ ഗവൺമെൻറ്റൽ ഏജൻസികൾ, പലതരത്തിലുള്ള ഗവൺമെൻറ് ഏജൻസികളായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് വിവിധ സംസ്ഥാനങ്ങളിൽ വ്യാപകമായ കൃഷിരീതികൾ നടത്തി വരുന്നു. അപ്പോൾ ഇത് ഒരു സന്ദേശം തന്നെ ഈ പുതിയ തലമുറയ്ക്ക്, പ്രത്യേകിച്ച് കൃഷിയുടെ വൈമുഖ്യം കാണിക്കുന്ന പുതിയ തലമുറയെ അട്രാക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അവരെ കൃഷിയിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്ന, മണ്ണിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്ന പദ്ധതികൾ, നമ്മുടെ വീക്കെൻഡ് ഫാമിംഗ് തുടങ്ങിയ പദ്ധതികൾ എല്ലാ സംസ്ഥാനങ്ങളിലും ഈ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും കേന്ദ്ര ഏജൻസികളുടെയും സഹായത്തോടെ വിജയകരമായി നടത്തിക്കൊണ്ടിരിക്കുന്നു. നിലവിൽ കേരളത്തിലും കേരളത്തിന് പുറത്തുമുള്ള എല്ലാ ആശ്രമത്തിൻ്റെ സ്ഥലങ്ങളിലും ഇപ്പോൾ ഞങ്ങൾ കൃഷി പരീക്ഷണാടിസ്ഥാനത്തിലും പാരമ്പര്യമായിട്ടും കൃഷികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ കൃഷിയെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ ഞങ്ങൾ എത്തിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതുകൂടാതെ ഇതിൻ്റെ പുതിയ പരിഷ്കാരങ്ങൾക്കും പുതിയ പ്രവർത്തനങ്ങൾക്കും വേണ്ടി സിമ്പോസിയങ്ങൾ, പിന്നെ കുട്ടികളുടെ ഇടയിലുള്ള പ്രവർത്തനങ്ങൾ, ഇതിൽ ഏറ്റവും അടുത്തായിട്ട് പറയാൻ സാധിക്കുക നമ്മുടെ തിരുവനന്തപുരം ടെക്നോ പാർക്കിലുള്ള ടെക്കുകൾക്ക് വേണ്ടി ഞങ്ങളൊരു പുതിയ സംരംഭം ആരംഭിച്ചു. അത് വളരെ വിജയത്തിലാണ് മുന്നോട്ട് പോകുന്നത്. ഈ വിവരങ്ങളെല്ലാം പ്രിൻറ്റ് മീഡിയ, വിഷ്വൽ മീഡിയ വഴി ഞങ്ങൾ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളിൽ എത്തിക്കുകയും അതേപോലെ തന്നെ ജനങ്ങളിലുണ്ടാകുന്ന ആവശ്യകരമായ ഇൻഫർമേഷൻസും ഞങ്ങളിവിടെ എത്തിക്കുകയും ഇത് ഞങ്ങൾ പ്രസിദ്ധീകരണങ്ങൾ വഴി, ലഘുലേഖകൾ വഴിയൊക്കെ വിതരണം ചെയ്യുകയും ചെയ്യുന്നു. കൂടാതെ ഞങ്ങൾ സ്കൂളുകൾ മുഖേന ഞങ്ങളുടെ സ്കൂളുകളിലെ കുട്ടികളിൽ പോലും ഇന്ന് കൃഷിയെക്കുറിച്ചുള്ള നല്ല ഒരു അവബോധം ഞങ്ങൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഈ വിവരങ്ങളെല്ലാം ഞങ്ങൾ മീഡിയ റിലേഷൻസ് വഴി സാധാരണക്കാരങ്ങളിലെ ജനങ്ങളിൽ എത്തിക്കുകയും ചെയ്യുന്ന ഒരു പ്രവർത്തനം ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ഭാരതീയരെ സംബന്ധിച്ചിടത്തോളം കൃഷിയും മൃഗപരിപാലനവും ഇതിഹാസങ്ങളോളം പഴക്കം ചെന്നതാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ശാന്തിഗിരിയിലെ ഗോശാലയിലാണ്. ഇവിടെ 3ഓളം തൊഴുത്തുകളിലായി 100ഓളം പശുക്കളുണ്ട്. ഒരു ദിവസത്തിൽ 500 ലിറ്ററിലധികം പാലും പാലുൽപ്പന്നങ്ങളും ആശ്രമ ആവശ്യങ്ങൾക്കായി ഇവിടെ ഉൽപ്പാദിപ്പിച്ചു വരുന്നുണ്ട്. ശാന്തിഗിരിയിലെ ഗോശാല വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇത്
ശാന്തിഗിരിയിലെ അത്യാധുനിക രീതിയിൽ സജ്ജീകരിച്ചിട്ടുള്ള ഡയറി ഫാം. ഇവിടെ 3 തൊഴുത്തുകളിലായി 100ഓളം പശുക്കളെ പരിചരിച്ചു പോരുന്നു. ജേഴ്സി, HF, സിന്ധി പശു, സുനന്ദിനി തുടങ്ങിയ പശുക്കൾ മുതൽ നാടൻ ഇനങ്ങളായ വെച്ചൂർ, കാസർഗോഡ് ഡ്വാർഫ് വരെ ഇവിടെയുണ്ട്. ശാസ്ത്രീയമായ പരിചരണ മുറകളാണ് ഈ ഡയറി ഫാമിന്റെ പ്രത്യേകത. വൃത്തിയുള്ള അന്തരീക്ഷവും ചുറ്റുപാടുമാണ് ഒരു ഡയറി ഫാമിന് വേണ്ടതെന്ന തിരിച്ചറിവാണ് ശാന്തിഗിരിയിലെ ഉയരമുള്ള പ്രദേശം ഡയറി ഫാമിനായി തിരഞ്ഞെടുക്കാനുള്ള കാരണം. ഇത് ഗോമൂത്രവും ചാണകവും കൃത്യമായി നീക്കം ചെയ്യാനും വെള്ളം കെട്ടിക്കിടക്കുന്നത് ഒഴിവാക്കാനും സഹായിക്കുന്നു. പശുക്കളെ കൃത്യമായ അകലത്തിൽ സ്വതന്ത്രമായി ഇരിക്കാനും കിടക്കാനും കഴിയുന്ന തരത്തിലാണ് ഡയറി ഫാമിന്റെ നിർമ്മാണം. ഈ തൊഴുത്തുണ്ടെന്ന് പറഞ്ഞല്ലോ, ശാന്തിഗിരിക്ക് 3 തൊഴുത്തുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഈ തൊഴുത്തിന്റെ ക്രമീകരണങ്ങൾ എങ്ങനെയാണ്? ശാസ്ത്രീയമായി ചെയ്തിട്ടുണ്ടോ? അതെ, ശാസ്ത്രീയമായിട്ട് ഞങ്ങൾ ആശ്രമത്തിൽ നിന്ന് അന്ന് നിർദ്ദേശിച്ച രീതിയിലുള്ള ഗുരുവിൻ്റെ ഒരു നിർദ്ദേശപ്രകാരമാണ് ഈ തൊഴുത്തിൻ്റെ അളവെല്ലാം ഗുരു നിർദ്ദേശിച്ചിരിക്കുന്നതാണ്. 100 അടി നീളവും പിന്നെ വീതി എല്ലാം ഗുരു അന്ന് നിർദ്ദേശിച്ചു. ഗുരു അന്നേ കാലത്ത് കരുണാകര ഗുരു ഇവിടെ വന്ന് നിന്ന് ആ പറഞ്ഞു കൊടുത്ത അളവും പ്രകാരമാണ് ചെയ്തത്. ഇത് മൂത്രം ഒഴുകി പോകാനും വൃത്തിയാക്കാനും കാറ്റ് സൗകര്യമായിട്ട് കിട്ടാനും എല്ലാം ഇത് അത് ചാണകം ആ സൈഡ് വീഴും, മൂത്രം ഈ സൈഡ് വീഴും. ആ മൂത്രം നമ്മൾ മോട്ടർ പമ്പ് ചെയ്തിട്ട് ഈ പുല്ലിനും കൃഷിക്കും കൊണ്ടുപോകും. ചാണകം ഞങ്ങൾ വെളിയിൽ കൊടുക്കത്തൊന്നുമില്ല. 100 പശു ഉണ്ടെങ്കിലും ചാണകം ഒട്ടും വെളിയിൽ ആർക്കും കൊടുക്കത്തില്ല. ചാണകം ഞങ്ങളുടെ അഗ്രികൾച്ചർ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കും. പശുക്കളുടെ തൊട്ടു മുമ്പിലായി തന്നെയാണ് വാട്ടർ ടാങ്ക് ഒരുക്കിയിരിക്കുന്നത്. വെള്ളം തീരുന്നതനുസരിച്ച് ഓട്ടോമാറ്റിക്കായി ടാങ്ക് നിറയുകയും എപ്പോഴും ഒരേ അളവിൽ വെള്ളം നിലനിർത്തുകയും ചെയ്യുന്ന രീതിയിലാണ് വാട്ടർ ടാങ്കിന്റെ നിർമ്മാണം. ഇവിടെ ഈ ശാന്തിഗിരിയുടെ ഗോശാലയിൽ ടോട്ടൽ എത്ര പശുക്കളുണ്ട്? അതുപോലെ ഇവയുടെ പ്രത്യേകതകൾ കൂടെ പറയണം. ഞങ്ങൾക്കിപ്പം 100ഓളം 3 ഇത് ഷോപ്പിലായിട്ട് 100ഓളം പശുക്കളുണ്ട്. ഇതിൽ ഏറ്റവും അധികം ഉള്ളത് കേരളത്തിൻ്റെ തനതായ ഇതായിട്ട് ജേഴ്സി പശുക്കളാണ്. അതിലാണ് പാല് നമുക്ക് പ്രൊഡക്ഷൻ കൂടുതലും പ്രോഫിറ്റബിളായിട്ട് പോകുന്ന ജേഴ്സി പശു. പാലിന് കട്ടിയുണ്ട്. പിന്നെ ഉള്ളത് HF കുറവാണുള്ളത്. HFും പാലധികം കിട്ടും, എന്നാലും HF കുറവാണ് ഞങ്ങൾക്കുള്ളത്. ജേഴ്സി ആണെങ്കിൽ ശരീരത്തിന് ഒതുക്കമുണ്ട്, തീറ്റ കുറച്ച് മതി. പിന്നെ ഉള്ളത് വെച്ചൂർ പശു എന്ന് പറയുന്നത് കേരളത്തിൻ്റെ നാടൻ പശുക്കൾ. പണ്ടേ കാലത്തുണ്ടായിരുന്ന നാടൻ പശു, ഈ ക്ഷേത്രങ്ങളിലും മറ്റുമൊക്കെ അമ്പലക്കാലമൊക്കെ ഉണ്ടായിരുന്ന അതിൻ്റെ നാടൻ പശുക്കൾ. പിന്നെ കാസർഗോഡ് ഡാർഫ് എന്ന് പറഞ്ഞാൽ അടുത്ത കാലത്തായിട്ട് 5 കൊല്ലം മുമ്പ് ഇവിടെ ഞങ്ങൾ വാങ്ങിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. അതിനെ ഞങ്ങൾ വളർത്തുന്നുണ്ട്. അതിൻ്റെ കുട്ടികളുണ്ട്. അത് ഇപ്പോൾ കേരളത്തിൽ എല്ലാവരും ഭയങ്കര എൻക്വയറി ഒക്കെ വരുന്നുണ്ട്, ഇവിടുന്ന് കൊടുക്കുമെന്നൊക്കെ ചോദിച്ച് വരുന്നുണ്ട്. പക്ഷേ ഞങ്ങളിപ്പോൾ അതിനെ കൊടുക്കത്തില്ല. അതിന് പാല് കുറവാണെങ്കിലും പാലിന് മെഡിസിൻ പവർ ഇതുണ്ട്. ഞങ്ങൾ ഈ പാലെല്ലാം ആശ്രമത്തിൽ തന്നെ ഉപയോഗിക്കുന്നത്. വെളിയിൽ പിന്നെ ഈ പരിസരത്തുള്ള കുറേ ആൾക്കാർ വന്ന് വാങ്ങും. ബാക്കിയെല്ലാം ഞങ്ങൾ ആശ്രമത്തിൽ തന്നെയാണ് പാൽ ഉപയോഗിക്കുന്നത്. കൃത്യമായ ചരിവിൽ നിർമ്മിച്ചിരിക്കുന്ന ഡയറി ഫാമിൽ ഗോമൂത്രവും ചാണകവും 2ആയി വേർതിരിക്കുന്നു. ഗോമൂത്രം തൊഴുത്തിന് താഴെ ഒരുക്കിയിട്ടുള്ള വളക്കുഴിയിൽ ശേഖരിക്കുകയും മോട്ടോർ വഴി പുൽകൃഷിക്ക് അടിച്ചു കൊടുക്കുകയുമാണ് ഇവിടെ ചെയ്യാറുള്ളത്. പശുക്കളുടെ വളർച്ചയ്ക്കും പാലുൽപാദനത്തിനുമായി 1 ഏക്കറിൽ CO3 ഇനത്തിൽപ്പെട്ട പുല്ല് ഇവിടെ കൃഷി ചെയ്തു വരുന്നുണ്ട്. ചാണകം ഫാമിന്റെ മറ്റൊരു വശത്ത് ശേഖരിച്ച് ഉണക്കി ചെടികൾക്ക് വളമായി ഉപയോഗിച്ചു വരുന്നു. ആശ്രമത്തിലെ ഈ പശുപരിപാലനവുമായി ബന്ധപ്പെട്ടാണ് ഈ തീറ്റപ്പുല്ലിന്റെ കൃഷി നടത്തുന്നതെന്ന് പറഞ്ഞത്. അപ്പൊ തീറ്റപ്പുല്ല് അതെങ്ങനെയാണ്? അതേക്കുറിച്ചൊന്ന് പറയാൻ പറ്റും? തീറ്റപ്പുല്ല് ഞങ്ങൾക്ക് ഇതിന്റെ വിത്തുകൾ നേരത്തെ തന്നെ കിട്ടി. തീറ്റപ്പുല്ല് എല്ലായിടത്തും ഉള്ളതാണ്. ബ്ലോക്കിലൊക്കെയാണ്. CO3 എന്നാണ് അതിന്റെ നമ്പർ. അതിന്റെ നമ്പറാണ് CO3. അത് നല്ല തണ്ടുള്ളതാണ്. ആ തണ്ട് പശു ചവച്ച് ഇപ്പൊ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇവിടെ പശു ചവച്ച് തിന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് കുറേ സമയം എടുത്തത് അരിഞ്ഞിട്ട് കൊടുക്കും. അപ്പോൾ അതിന് കാൽസ്യം കൂടുതൽ കിട്ടും. അതാണ് ആ പുല്ലിൻ്റെ പ്രത്യേകത. നാടൻ പുല്ല് മെഡിസിൻ പവറൊക്കെ ഉണ്ടെന്നൊക്കെ പറയുന്നു. പക്ഷേ നമുക്ക് നാടൻ പുല്ല് അഴിച്ചുവിടാനും മറ്റും സൗകര്യമില്ല. അപ്പോൾ ഇത്രയും പശുവിനെ അഴിച്ചുവിടാൻ ഒത്തിരി സ്ഥലം വേണ്ടേ. അപ്പോൾ സ്ഥലം വേണം, ആൾ വേണം. അപ്പോൾ അതിന് ഇപ്പം ഞങ്ങൾ ഈ പുല്ല് വെട്ടിയിട്ട് കൊടുത്താണ് പശുവിനെ. അത് ഒരു നേരം കൊടുക്കും, ഒരു നേരം വൈക്കോലും. തൊഴുത്തിൽ കുളമ്പ് രോഗം അകറ്റാൻ റബ്ബറൈസ്ഡ് ഷീറ്റുകളിലാണ് പശുക്കളെ കിടത്താറുള്ളത്. പശുക്കൾക്കായി ധാരാളം വായുസഞ്ചാരം കിട്ടുന്ന തരത്തിലാണ് ഫാം നിർമ്മിച്ചിട്ടുള്ളത്. ശുദ്ധമായ കാറ്റ് ലഭിക്കാൻ ഫാനും ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. രാവിലെയും ഉച്ചയ്ക്കും കാലിത്തീറ്റയും ഇടയ്ക്കിടെ CO3 ഇനത്തിൽപ്പെട്ട ഫലഭൂയിഷ്ടമായ പുല്ലുമാണ്
പശുക്കളുടെ പ്രധാന ആഹാരം. വൈകുന്നേരങ്ങളിൽ വൈക്കോലും കാടിവെള്ളവും നൽകാറുണ്ട്. പശുക്കൾക്ക് വൈക്കോലിനായി തന്നെ പ്രത്യേകം ഗോഡൌൺ ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നു. പശുക്കൾക്കുള്ള ഈ ആഹാരം എങ്ങനെയാണ്? തീറ്റയൊക്കെ തീറ്റക്രമം എന്ന് പറഞ്ഞാൽ രാവിലെ കറക്കുന്നതിന് മുമ്പായിട്ട് ഈ പെല്ലറ്റ് ഇട്ട് കൊടുക്കും. പെല്ലറ്റ് എന്ന് പറയുന്ന ഈ ഞങ്ങൾ കോയമ്പത്തൂരുള്ള ഒരു കമ്പനിയുടെയാണ് പെല്ലറ്റ്. ആ പെല്ലറ്റ് ഇട്ട് കൊടുക്കും. അത് തിന്നിട്ട് ചോളം കൊടുക്കും രാവിലെ. ഇത് കഴിഞ്ഞ് പിന്നെ പുല്ലിട്ടും. അത് CO3 ഞങ്ങളിവിടെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. പുല്ല് പ്രത്യേകതരം കാൽസ്യം ഉള്ളതായ പുല്ല്. പശുക്കൾക്കെല്ലാം കാൽസ്യം എപ്പോഴും വേണം. അല്ല ഇങ്ങനെ ഈ ആഹാരം കൊടുത്ത് നിർത്തിയാൽ പാല് കൂട്ടിൽ കിട്ടണമെങ്കിലും കാൽസ്യം, അപ്പോൾ കാൽസ്യം ഉള്ള ഒരു പുല്ലാണ് CO3. അത് ഞങ്ങളിവിടെ ധാരാളമായിട്ട് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊരു 10 മണിയാകുമ്പോഴത്തേനും അത് കൊടുത്ത് തീരും. പിന്നെ വൈകിട്ട് വരെ പശു റെസ്റ്റ് എടുക്കും. റെസ്റ്റ് എടുത്തിട്ട് വൈകിട്ട് പിന്നെ 3 മണിക്ക് സെക്കൻഡ് ടൈം തീറ്റ കൊടുക്കും. അത് കഴിഞ്ഞ് രാത്രി പിന്നെ വൈക്കോൽ കൊടുക്കും. ഒരു നേരം ഫുള്ളായിട്ട് വൈക്കോൽ കൊടുക്കും. വൈക്കോൽ നാട്ടിൽ നിന്നാണ് നമുക്ക് കിട്ടുന്നത്. 2 നേരം പുല്ല് കൊടുത്താൽ ഇതിന് വയറിന് ചെറിയ ഇതൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് ഒരു നേരം വൈക്കോൽ, ഒരു നേരം പുല്ലുമാണ് കൊടുക്കുന്നത്. ഈ പശുക്കൾക്ക് രോഗങ്ങൾ എന്തെങ്കിലും വരുന്നുണ്ടോ? രോഗപ്രതിരോധം അങ്ങനെ സാധാരണ നമുക്ക് പശുക്കൾക്ക് വരുന്ന രോഗം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ തണുപ്പ് ചിലപ്പോൾ പനി വരും, പൊടന്തം പനി വരും. അതിന് ഞങ്ങൾക്ക് തന്നെ ഡോക്ടർ സുകേശൻ, അദ്ദേഹം ഫേമസ് ഡോക്ടറാണ്. ഈ വെറ്റിനറിയെ കുറിച്ചൊക്കെ പുസ്തകങ്ങളൊക്കെ, അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളൊക്കെ ഇവിടെ തൃശ്ശൂർ വെറ്റിനറി കോളേജിലൊക്കെ പഠിപ്പിക്കാനൊക്കെ ഉണ്ട്. അദ്ദേഹം ഞങ്ങളുടെ ഡോക്ടറാണ്. അത് ഞങ്ങൾക്ക് വളരെ ഒരു ഇതാണ്. ഒന്ന് ഫോൺ ചെയ്താൽ മതി, അദ്ദേഹം വരും. അല്ലെങ്കിൽ തന്നെ ആഴ്ച 3 ദിവസം ഇവിടെ വിസിറ്റ് ചെയ്യും. എന്നിട്ട് ഏതെങ്കിലും പശുവിന് പ്രോബ്ലം ഉണ്ടെങ്കിൽ നോക്കും. പിന്നെ അങ്ങനെ ചെറിയ ചെറിയ രോഗങ്ങളൊക്കെ ഇവിടെ വരാറുള്ളൂ. അല്ലാതെ മറ്റേ വേറെ വലിയ കുളമ്പ് രോഗമൊന്നും ഇവിടെ അങ്ങനെ വന്നിട്ടില്ല. വരാത്ത രീതി ഞങ്ങൾ ഈ ഫ്ലോർ അതുപോലെയൊക്കെ സൂക്ഷിക്കും. ഇതിന്റെ ഇടയ്ക്ക് റബ്ബറൈസ്ഡ് ഷീറ്റുകൾ ഇടുന്നുണ്ടല്ലോ, അത് എല്ലാത്തിനും വേണമെന്നാണ്. ഇപ്പം ഇതിൻ്റെ ഹീറ്റ് ലോസ് ആയാലേ പാല് കുറയും. ഹീറ്റ് ഇപ്പം ഇതിനെ പശുവിനെ ഇത് കിടത്തിയാലേ പശുവിൻ്റെ ഹീറ്റ് ലോസ് ആകത്തില്ല. ഈ ഷീറ്റായി കിടത്തിയാൽ അതിന് നമുക്ക് പാല് കൂടുതൽ കിട്ടും. കൂടുതൽ വലുപ്പമുള്ള പശുക്കളെ ഒക്കെ അതേ കിടത്തിയാലേ നമുക്ക് അതിൻ്റെ പാല് കൂടുതൽ കുറയാതിരിക്കും. അല്ലെങ്കിൽ തണുപ്പടിക്കുമ്പോൾ പാല് കുറയും. അങ്ങനെ തണുപ്പടിക്കാതിരിക്കാനാണ് പിന്നെ കുട്ടികളെയൊക്കെ അങ്ങനെയാണ് ഷീറ്റിലാണ് കിടത്തുന്നത്. ഇതിൽ പിന്നെ ഈ ഫാനൊക്കെ പശുവിന് എപ്പോഴും കാറ്റ് ആവശ്യമാണ്. ഇത്ര അടുത്ത പശുക്കൾ നിൽക്കില്ലേ, കാറ്റ് ആവശ്യമാണ്. പിന്നെ കൊതുകൊക്കെ ഉള്ളപ്പോൾ സന്ധിക്കൊക്കെ ഭയങ്കര കൊതുക് വരും. അപ്പോൾ ഈ ഫാനൊക്കെ ഇടാമെങ്കിൽ അവർക്ക് നല്ലതാണ്. തറ ഉണങ്ങി കിട്ടും. വെള്ളം വീണാൽ പെട്ടെന്ന് തറ ഉണങ്ങും. അങ്ങനെ ഞങ്ങൾ എല്ലാ രീതിയിലും ഇതിനെ നീറ്റ് ആൻഡ് ക്ലീൻ ആണ് ഇവിടെ ഞങ്ങൾ പ്രധാനമായിട്ട്. അതുകൊണ്ട് അസുഖങ്ങൾ ഒന്നും തന്നെ ഞങ്ങളെ വിഷമിപ്പിക്കുന്ന അസുഖങ്ങളൊന്നും വന്നിട്ടില്ല. നാടൻ ഇനങ്ങളായ കാസർഗോഡ് ഡ്വാർഫും വെച്ചൂർ പശുവിനുമായി പ്രത്യേകം ഫാമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ഇവയുടെ മൂത്രവും ചാണകവും വളരെയേറെ ഫലഭൂഷണമായതിനാൽ പ്രത്യേകം ശേഖരിക്കുകയാണ് ചെയ്യുന്നത്. മണ്ണിന്റെ പ്രതിരോധശേഷിയും കാര്യക്ഷമതയും വർദ്ധിപ്പിക്കുന്നതിനും മണ്ണിലെ ജീവാണുക്കളുടെ പ്രവർത്തനം കൂട്ടുന്നതിനുമായി പ്രധാനമായും ഉപയോഗിക്കുന്ന ജീവാമൃതം തയ്യാറാക്കുന്നത് വെച്ചൂർ പശുവിന്റെ ചാണകത്തിൽ നിന്നാണ്. അപ്പോൾ ഈ വെച്ചൂർ പശുവിനെ കുറിച്ച് ഒന്ന് പറയാൻ പറ്റുമോ? വെച്ചൂർ പശുവിൻ്റെ പിന്നെ ഇത് പാലിന് മെഡിസിൻ പവറുണ്ട്. പിന്നെ അതിൽ ചാണകവും ഗോമൂത്രവും ഞങ്ങൾ പ്രത്യേകം എടുത്തിട്ട് ഇവിടെ ജീവാമൃതം എന്ന് പറയുന്ന മെഡിസിൻ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ അത് നാടൻ പശുവാണ്. അതിനും അസുഖങ്ങൾ കുറവാണ്. ജേഴ്സി പശു അല്ല HF വരുന്ന പോലെ, HF എന്ന് പറയുന്ന ക്വാളിറ്റിക്കൊക്കെ വരുന്ന നല്ല അസുഖങ്ങളൊന്നും അതിന് വരത്തില്ല. പിന്നെ വല്ല പനിയൊക്കെ മഴക്കാലമാകുമ്പോൾ ചെറിയ പനികളൊക്കെ വരും. അല്ലാതെ വേറെ അസുഖങ്ങളൊന്നും അതിനങ്ങനെ ഇവിടെ ഇതേവരെ വന്നിട്ടില്ല. പിന്നെ അത് വലിപ്പം കുറവാണ്, ആഹാരം കുറച്ച് മതി. അതിൽ പാലും കുറവാണ്, പക്ഷേ എന്നാലും മെഡിസിൻ പവറുണ്ട്. ഇതാണ് വെച്ചൂർ. അപ്പോൾ ഈ ചാണകത്തെ കുറിച്ച് പറഞ്ഞല്ലോ, ചാണകം എന്തോ പ്രത്യേക, അതേക്കുറിച്ചൊന്ന് പറയാൻ പറ്റുമോ? വെച്ചൂർ പശുവിൻ്റെ ചാണകം ജീവാമൃതം എന്ന് പറയുന്ന ഒരു വളം ഉണ്ടാക്കി അവർ എഴുതുന്നത്. അത് വേറെ സെക്ഷനാണ്. ഞങ്ങളുടെ ഇവിടെ ആണെങ്കിലും ജൈവവളത്തിൻ്റെ സെക്ഷനാണ്. അവർക്ക് ഞങ്ങൾ പ്രത്യേകം എടുത്ത് കളക്ട് ചെയ്ത് കൊടുക്കും. അത് അവർ കൊണ്ടുപോയി ഇത് പ്രത്യേകമായി ഉണ്ടാക്കുന്നുണ്ട്. ഇവയുടെ പോഷകസമ്പുഷ്ടമായ പാലും ശാന്തിഗിരിയിലെ സിദ്ധമരുന്നുകളുടെ നിർമ്മാണത്തിനായി ഉപയോഗിക്കുന്നു. എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരങ്ങളിലുമാണ് പശുക്കളിൽ നിന്നും പാല് കറന്നെടുക്കുന്നത്. 35 കറവ പശുക്കളിൽ നിന്നായി നിത്യവും 500 ലിറ്ററോളം പാൽ ലഭിക്കുന്നു. ശാന്തിഗിരി ആശ്രമത്തിന് കീഴിലെ ഗോശാല വിശേഷങ്ങളാണ് നമ്മൾ ഇതുവരെ കണ്ടത്. ശാസ്ത്രീയമായ രീതിയിൽ
പശുപരിപാലനം നടത്തുന്ന ക്ഷീര കർഷകർക്ക് ഇതൊരു ഉത്തമ മാതൃകയാണ്. പുതിയ കൃഷിരീതികളുമായി വീണ്ടും അടുത്ത ആഴ്ച. നന്ദി, നമസ്കാരം. നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മൂന്നാം ഘട്ട മത്സ്യസമൃദ്ധി പദ്ധതിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. തേനീച്ച വളർത്തലിന് 5 ലക്ഷം രൂപ വരെ വായ്പ. കിടാരി വളർത്തൽ യൂണിറ്റിന് 1,81,200 രൂപയുടെ ധനസഹായം. വിശദമായ വാർത്തകളിലേക്ക്. മൂന്നാം ഘട്ടം മത്സ്യസമൃദ്ധി പദ്ധതിയിൽ ചെമ്മീൻ കൃഷി, ഞണ്ടു കൃഷി, കല്ലുമ്മേക്കായ കൃഷി എന്നിവ നടത്താൻ താൽപ്പര്യമുള്ള കർഷകർക്ക് ഇപ്പോൾ അപേക്ഷ നൽകാം. കരിമീൻ വിത്ത് പരിപാലന യൂണിറ്റുകൾ കുളങ്ങളിലും അടുക്കള കുളങ്ങളിലും കൂടുകളിലും എന്നിവയാണ് കരിമീൻ കൃഷി സ്കീമുകൾ. മത്സ്യസമൃദ്ധി പദ്ധതി അപേക്ഷാ ഫോറം ജില്ലാ തലത്തിൽ പ്രവർത്തിക്കുന്ന മത്സ്യ കർഷക വികസന ഏജൻസി ഓഫീസുകളിലും ഫിഷറി ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫീസിലും പഞ്ചായത്തിലെ അക്വാകൾച്ചർ കോർഡിനേറ്റർ മുഖേനയും ലഭിക്കും. വിശദ വിവരങ്ങൾക്കായി ഇനി പറയുന്ന ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടുക. 0471 2 308 295. മറ്റൊരു നമ്പർ 0474 2 795 545. പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ നിലമ്പൂർ എസ്റ്റേറ്റിൽ നിലമ്പൂർ തേക്കിൻ സ്റ്റമ്പുകൾ വിതരണത്തിന് തയ്യാറായിട്ടുണ്ട്. നിലമ്പൂർ തേക്കിൽ നിന്നും ശേഖരിച്ച് ശാസ്ത്രീയമായി തയ്യാറാക്കിയതാണ് തേക്കിൻ തൈകൾ. കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 04931 2 205 63. തേനീച്ച വളർത്തലിന് റബ്ബർ ബോർഡ് ധനസഹായം നൽകുന്നു. ഒരു വ്യക്തിക്ക് 4 തേനീച്ച പെട്ടിയും മറ്റ് അനുബന്ധ ഉപകരണങ്ങളും ലഭിക്കും. ഖാദി ബോർഡ് വ്യക്തികൾക്ക് തേനീച്ച വളർത്തലിന് 5 ലക്ഷം രൂപ വരെ ലോൺ നൽകും. ഇതിൽ 2 ലക്ഷം രൂപയാണ് സബ്സിഡി. കൂടാതെ 40% വരെ സബ്സിഡിയോടെ ചെറിയ തുകയ്ക്കുള്ള ലോണുകളും നൽകും. കൂടുതൽ വിവരങ്ങൾക്ക് അടുത്തുള്ള കൃഷിഭവനുമായി ബന്ധപ്പെടുക. ചെങ്ങന്നൂർ സെൻട്രൽ ഹാച്ചറിയോടനുബന്ധിച്ച് പ്രവർത്തിക്കുന്ന ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കർഷകർക്കായി ഈ മാസം 18-ാം തീയതി കാട വളർത്തലിൽ സൗജന്യ പരിശീലനം നൽകുന്നു. പേര് രജിസ്റ്റർ ചെയ്യുന്നതിന് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0479 2 457 778. ക്ഷീരവികസന വകുപ്പ് കിടാരി വളർത്തൽ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി ധനസഹായം നൽകുന്നു. 5 കിടാരികൾ അടങ്ങുന്ന ഒരു യൂണിറ്റ് ആരംഭിക്കുന്നതിന് ഉദ്ദേശ ചെലവ് 2,26,250 രൂപയാണ്. ഇതിൽ 90,500 രൂപ ധനസഹായമായി ലഭിക്കും. 10 കിടാരികളുള്ള യൂണിറ്റിന് 1,81,200 രൂപ ധനസഹായമായി ലഭിക്കും. താൽപ്പര്യമുള്ള കർഷകർ ബ്ലോക്ക് തല ക്ഷീരവികസന ഓഫീസുമായി ബന്ധപ്പെടുക. കൃഷി വകുപ്പ് നടപ്പിലാക്കിയ 1 ലക്ഷം യുവജനങ്ങൾക്കുള്ള പ്രത്യേക തൊഴിൽദാന പദ്ധതി പ്രകാരം പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ളവർക്കായി വട്ടംകുളം കൃഷിഭവൻ പശു വളർത്തൽ, നേന്ത്രവാഴ കൃഷി, നാളികേര നഴ്സറി എന്നീ പദ്ധതികൾ നടപ്പിലാക്കുന്നു. താൽപ്പര്യമുള്ള ഗുണഭോക്താക്കൾ കൃഷിഭവനുമായി ബന്ധപ്പെടുക. ഇനി കമ്പോള നിലവാരം. വെളിച്ചെണ്ണ കൊച്ചിയിൽ ക്വിന്റലിന് 16,000 രൂപ, കോഴിക്കോട് 16,800 രൂപ, തൃശൂർ 15,900 രൂപ, കൊച്ചി 10,900 രൂപ, കോഴിക്കോട് 10,800 രൂപ, തൃശൂർ 10,590 രൂപ. കുരുമുളക് അൺഗാബിൾഡ് 68,700 രൂപ, ഗാബിൾഡ് 71,700 രൂപ, ചുക്ക് മീഡിയം 30,500 രൂപ, ചുക്ക് ബെസ്റ്റ് 32,000 രൂപ, മഞ്ഞൾ സേലം 7,000 രൂപ, ഈറോഡ് 7,200 രൂപ. അടയ്ക്ക പുതിയത് 24,000 രൂപ മുതൽ 25,000 രൂപ വരെ. കൊച്ചി റബ്ബർ RSS 5 ഗ്രേഡ് 11,400 രൂപ, റബ്ബർ RSS 4 ഗ്രേഡ് 12,200 രൂപ. കോട്ടയം റബ്ബർ RSS 5 ഗ്രേഡ് 11,500 രൂപ, RSS 4 ഗ്രേഡ് 12,250 രൂപ. കമ്പോള നിലവാരം കൊച്ചിയിൽ വെളിച്ചെണ്ണ ക്വിന്റലിന് 16,000 രൂപ, കൊപ്ര 10,900 രൂപ,
പിണ്ണാക്ക് എക്സ്പെല്ലർ 2300 രൂപ, റോട്ടറി 3000 രൂപ. കുരുമുളക് അൺഗാബിൾഡ് 68,700 രൂപ, ഗാബിൾഡ് 71,700 രൂപ. ചുക്ക് മീഡിയം 30,500 രൂപ, ബെസ്റ്റ് 32,000 രൂപ. മഞ്ഞൾ നാടൻ 6,200 രൂപ. അടയ്ക്ക പുതിയത് 24,000 രൂപ മുതൽ 25,000 രൂപ വരെ. ജാതിക്ക തൊണ്ടൻ കിലോഗ്രാമിന് 200 രൂപ മുതൽ 270 രൂപ വരെ. ജാതിക്ക തൊണ്ടില്ലാത്തത് 400 രൂപ മുതൽ 480 രൂപ വരെ. ജാതിപത്രി 700 രൂപ മുതൽ 800 രൂപ വരെ. ഗ്രാമ്പു 900 രൂപ മുതൽ 1,010 രൂപ വരെ. റബ്ബർ RSS 5 ഗ്രേഡ് 11,400 രൂപ, RSS 4 ഗ്രേഡ് 12,200 രൂപ. ഒട്ടുപാൽ 7,500 രൂപ, ലാറ്റക്സ് 8,500 രൂപ. കമ്പോള നിലവാരം. റബ്ബർ കർഷകരെ ഞെട്ടിച്ച് ഷീറ്റിന് കനത്ത വില തകർച്ച. ഉൽപാദകർ ഓണാഘോഷങ്ങളിലേക്ക് തിരിഞ്ഞ അവസരത്തിൽ വ്യവസായികൾ സംഘടിതരായ മുഖ്യ വിപണികളിൽ നിന്ന് പിൻവലിഞ്ഞു. വ്യവസായ ഡിമാൻഡ് മങ്ങിയതുമൂലം 5 വർഷത്തിനിടയിലെ ഏറ്റവും താഴ്ന്ന നിരക്കായ 12,200ലേക്ക് 4ാം ഗ്രേഡ് ഇടിഞ്ഞു. ഒട്ടുപാൽ കിലോ 75 രൂപയായി. വിദേശ മാർക്കറ്റുകളിലും റബ്ബർ സമ്മർദ്ദത്തിലാണ്. ഏലയ്ക്ക അവധി വ്യാപാരത്തിലെ നിക്ഷേപ താൽപര്യം ലേല കേന്ദ്രങ്ങളിലും ആവേശം പകർന്നു. കൊച്ചിയിൽ നടന്ന ലേലത്തിൽ മികച്ച ഇനങ്ങൾ കിലോ 1,004 രൂപയിലും ശരാശരി ഇനങ്ങൾ 812 രൂപയിലുമാണ്. ഇന്ന് ലേലത്തിന് വന്ന ചരക്ക് പൂർണ്ണമായും വിറ്റഴിഞ്ഞു. കാർഷിക മേഖലയിൽ നിന്നുള്ള കുരുമുളക് നീക്കം ചുരുങ്ങിയതുമൂലം ഇടപാടുകളുടെ ആദ്യ പകുതിയിൽ ഉൽപ്പന്നത്തിന്റെ വില സ്റ്റഡിയായി നീങ്ങി. ചുക്ക്, മഞ്ഞൾ എന്നിവയുടെ വിലകളിൽ മാറ്റമില്ല. നാളികേര ഉൽപ്പന്ന വിപണി പുതിയ ദിശ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ്. ഓണാഘോഷ ഡിമാൻഡ് കഴിഞ്ഞതോടെ വെളിച്ചെണ്ണയ്ക്ക് ആവശ്യക്കാർ കുറഞ്ഞു. ഇത് കൊപ്ര വിലയിലും സ്വാധീനം ചെലുത്താം. കാലാവസ്ഥ. കണ്ണൂർ കൂടിയ താപനില 31.5 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 23.6. കോഴിക്കോട് 32.7, 24.1. കൊച്ചി 31, 24.8. ആലപ്പുഴ 31.6, 24.6. പുനലൂർ 32.5, 21.8. തിരുവനന്തപുരം 31.2, 24.2 ഡിഗ്രി സെൽഷ്യസ്. ഇതോടെ ഇന്നത്തെ കാർഷിക വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.